എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രൊമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രൊമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന സിദ്ധനമൻ, അത് ഗിരിദേവന്റെ അമ്മാവനാണ് സിദ്ധനമൻ. അങ്ങനെ സിദ്ധനമ്മാവന് അനുവിന്റെ വീട്ടിലേക്ക് വരുവാണ് ആ പണം മോഷ്ടിച്ച ആരാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സിദ്ധനമ്മാവനായിട്ട് വരുന്നത് സാക്ഷാൽ ഗണപതി ഭഗവാനാണ്. അപ്പൊ ഗണപതി ഭഗവാൻ വന്ന് ആ പണം മോഷ്ടിച്ചാരെന്ന് കണ്ടുപിടിക്കും. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇന്നലെ നമ്മൾ അവസാനം കണ്ടത് ശ്രീരാജിന്റെ വീട്ടിൽ നിന്ന് ശ്രീരാജിന്റെ അച്ഛനും അമ്മയും ശ്രീരാജും ഒക്കെ വരുവാണ്. അങ്ങനെ അവര് വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനുരാജിന്റെ അച്ഛൻ ആ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നേ. അതെ, കല്യാണം നടത്താൻ വെച്ചിരുന്ന പണം ആരോ മോഷ്ടിച്ചോണ്ട് പോയി. ഇതുവരെയായിട്ടും ആ പണം കിട്ടിയിട്ടില്ല. പക്ഷെങ്കിൽ എപ്പോഴാലും തരും. ഒരു വെറും കൈയോടെ നിങ്ങളുടെ മോനെ കൊണ്ട് ഞങ്ങളുടെ മോളെ കെട്ടിക്കത്തില്ല. നിങ്ങൾ അതോർത്ത് പേടിക്കണ്ട. പക്ഷെ ഞങ്ങൾക്ക് ഇത്ര സാവകാശം തരണമെന്ന് പറയാം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീരാജിന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അമ്മ പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴാണ് ഇതൊക്കെ പറയണേ? പണമില്ലാതെ ഒരു കാരണവശാലും കല്യാണം നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ കല്യാണം നടക്കണമെങ്കിൽ പണം കിട്ടണമെന്ന് പറയാം. പെട്ടെന്ന് വേണു പറഞ്ഞു, ഞങ്ങള് പണം തരില്ല എന്ന് പറഞ്ഞില്ല, ഞങ്ങൾക്ക് കുറെ സാവകാശം തരണം. പോലീസൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിച്ച് കണ്ടെത്തി കഴിയുമ്പോൾ ആ സെക്കൻഡിൽ തന്നെ കൊണ്ടുതരാം. പക്ഷെ നിശ്ചയിച്ചുറപ്പിച്ച മുഹൂർത്തത്തില് മോളുടെ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല. വിളിച്ചവരുടെ എല്ലാം മുന്നിൽ ഞങ്ങള് നാണം കിട്ടുപോകും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതിന് കല്യാണത്തിന് സമ്മതിക്കണമെന്ന് പറയാണ്. പക്ഷെ അവര് സമ്മതിക്കാൻ കൂട്ടാക്കുന്നില്ലായിരുന്നു. ഈ സമയത്ത് ശ്രീരാജിന്റെ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ വാക്ക് പറഞ്ഞോണ്ടേ കല്യാണം തന്നെ ഉറപ്പിച്ചേ. നിങ്ങൾ ഇതൊക്കെ ഇതിനു മുമ്പ് പറയുമായിരുന്നെങ്കിലോ? ഇതൊക്കെ നിങ്ങളുടെ അടവാന്ന് തോന്നേ. ആദ്യം പറഞ്ഞു പണം കിട്ടിയില്ല എന്ന് പറഞ്ഞു, ഇപ്പൊ പറഞ്ഞു പണം മോഷണം പോയെന്ന്. ഞങ്ങൾക്ക് ഇതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇതിനകത്തൊക്കെ എന്തൊക്കെ ഒരു കള്ളക്കളികളുള്ള പോലെ തോന്നുമെന്ന് പറയണം. അനുവിന് ഇത് കേട്ട വല്ലാത്ത വിഷമം വന്നു. ശ്രീരാജാണ് ഒന്നും മിണ്ടാതിരിക്കുക. അന്നെങ്കിൽ ശ്രീരാജ് പറയണ്ടേ, എനിക്ക് പണം വേണ്ട, എനിക്ക് അനുവിനെ മതി, ഞങ്ങൾ സ്നേഹത്തിലാന്ന് പറയും, ഒറ്റ വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ശ്രീരാജ് ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ അനുവിന് മനസ്സിലായി, ഇവന് ശരിക്കും എന്നോട് സ്നേഹമുണ്ടോ അതോ ഇവൻ പണത്തിനെയാണോ സ്നേഹിക്കുന്ന ഒരു ചിന്ത വരെ അനുവിന്റെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ടായിരുന്നു. അനുവിന് വല്ലാത്ത വിഷമമായിപ്പോയി. അതിനുശേഷം കാണിക്കുന്നത് ഗിരിദേവനും ബാബനും ഉണ്ണിമോളും കൂടെ അങ്ങോട്ട് വരുമായിരുന്നു. അപ്പൊ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താ അനു സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഗിരിദേവൻ വരുന്നത് കണ്ടപ്പോ തന്നെ നേരെ വെല്ലിമാവൻ അങ്ങോട്ട് ചെന്നു. അല്ല, നിങ്ങൾ എന്താ ഈ സമയത്ത് ഇങ്ങോട്ടെന്ന് ചോദിക്കാണ്. അല്ല, ഞങ്ങൾക്ക് ഇവിടം വരെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു പറയാണ്. പിന്നീട് പറഞ്ഞു, അതെ, ആരും ഒന്നുകൊണ്ടും ഭയക്കണ്ട കേട്ടോ, പണമല്ലേ, പണത്തിന്റെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് പറയാം. വേണു പെട്ടെന്ന് ചോദിച്ചു, പണത്തിന്റെ കാര്യത്തിൽ എങ്ങനെ തീരുമാനം ഉണ്ടാവുന്ന ഗിരിദേവൻ പറയണേ? ഇതുവരെയായിട്ട് അതിനെക്കുറിച്ച് ഒരു വിവരം കിട്ടിയിട്ടില്ല. പോലീസുകാർ അന്വേഷിക്കുന്നല്ലാതെ ആരാ കൊണ്ടുപോയത് ആരാ മോഷ്ടിച്ചതെന്നൊന്നും അറിയില്ല എന്ന് പറയണം. നിങ്ങൾ ഇങ്ങനത്തെ പേടിക്കണേ, സമയത്ത് തന്നെ പണം കിട്ടും, കല്യാണം നടക്കുകയും ചെയ്യുമെന്ന് പറയണം. ഈ സമയം വാവര് പറഞ്ഞു, ഗിരിദേവന്റെ ഒരു അമ്മാവനുണ്ട്, വലിയ സിദ്ധനമ്മാവൻ എല്ലാരും വിളിക്കുന്നേ. ആ സിദ്ധനമ്മാവൻ വന്നിട്ടുണ്ടെങ്കിൽ പണം ആരാ മോഷ്ടിച്ചോണ്ട് പോയെന്ന് അറിയാൻ പറ്റുമെന്ന് പറയാണ്. അല്ല, സിദ്ധനമ്മാവൻ വരുമോന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് അനു. വരുമെന്നേ, ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണേ. ഇനിയിപ്പൊ കല്യാണം മുടങ്ങുന്നുള്ള പേടി വേണ്ട എന്ന് പറയണം. ഈ സമയത്ത് പണം കിട്ടിയില്ലെങ്കിൽ കല്യാണം നടക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രീരാജിന്റെ അച്ഛനും അമ്മയും കൂടെ പോവാണ്. അനു വിഷമിച്ചിരിക്കുന്ന അനുവിന്റെ അടുത്തേക്ക് അയ്യപ്പസ്വാമിയും ബാബരും കൂടി ചെല്ലുന്നുണ്ട്. പിന്നീട് അനുവിനോട് സങ്കടപ്പെടണ്ട കേട്ടോ, സങ്കടപ്പെടേണ്ട ഒരു ആവശ്യമില്ല, കല്യാണം നടക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ അതിന്റെ പേരിൽ എനിക്കിപ്പോ സങ്കടപ്പെട്ടിരിക്കണ്ട. പിന്നെ വേണുവിനെയും ജയസനെയൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. കല്യാണത്തിന്റെ ഒക്കെ ഒരുക്കങ്ങളൊക്കെ നടന്നോട്ടെ, ഒരു കുഴപ്പമില്ല, സമയത്ത് തന്നെ നടക്കൂന്ന് പറയണം. പിന്നീട് വിഷമിച്ചിരിക്കുന്ന ചന്തുവിനോടും അവരോടെല്ലാം പറഞ്ഞു, അതെ, ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, എല്ലാരും നല്ല ഊർജിതമായിട്ട് നല്ല സന്തോഷത്തോടെ ഇരിക്കും, നമുക്ക് ആട്ടവും പാട്ടവും ഒക്കെ വേണ്ടേന്ന് ചോദിക്കുവാണ്. അപ്പം പാറു പറഞ്ഞു, ശരിയാ, കല്യാണം നടക്കുമെങ്കിൽ പിള്ളേർക്കെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റാ, എല്ലാവർക്കും ഡാൻസ് കളിക്കാനും. അപ്പൊ കല്യാണത്തിന് കളിക്കുന്ന ഡാൻസ് എല്ലാം കൂടെ പ്രാക്ടീസ് ചെയ്യണം. കല്യാണം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഡാൻസ് പ്രാക്ടീസ് ചെയ്യാന്ന് പറയണം. അപ്പൊ പിള്ളേരെല്ലാം കൂടെ കിടന്നിട്ട് എന്ത് ചെയ്യാണ്, പിറ്റേ ദിവസം ഡാൻസ് കളിക്കേണ്ട ആ ഡാൻസ് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഈ സമയത്താണ് അങ്ങോട്ട് സിദ്ധനമ്മാവന്റെ വരവ്. സിദ്ധനമ്മാവനായിട്ട് വരുന്ന നമ്മുടെ സാക്ഷാൽ ഗണപതി ഭഗവാൻ വേഷം മാറി അങ്ങോട്ട് വരുന്നതാണ്. അങ്ങനെ സിദ്ധനമ്മാവൻ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അമ്മാവൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഹാളിലേക്ക് വരുവാണ്. അപ്പൊ അവിടുത്തെ വെല്ലുമാവനുണ്ട്, വേണുണ്ട്, ജയശ്രീ എല്ലാവരും ഉണ്ട്. അങ്ങനെ സിദ്ധനമ്മാവനെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ വെല്ലുമാവൻ പറഞ്ഞു, ഇതാണോ നീ പറഞ്ഞ സിദ്ധനമ്മാവൻ? ഇയാളെ കണ്ട അത്ര സിദ്ധനാന്ന് തോന്നില്ലല്ലോ, ഇയാൾ ആൾ ഊടായ്പാന്ന് തോന്നുന്ന ലക്ഷണം കണ്ടിട്ട്, ഇയാളുടെ മുഖം കണ്ടാ അറിയാം ഒരു ഊടായ്പ ലക്ഷണമെന്ന് പറയണം. പെട്ടെന്ന് വേണു പറഞ്ഞു, ഇതെന്തൊക്കെ അമ്മാവൻ ഈ പറയുന്നെന്ന് മിണ്ടായിരിക്കാൻ പറയാണ്. അനുവിന് സങ്കടമായിപ്പോയി. ഗിരിദേവൻ പറഞ്ഞുകൊണ്ടിരുന്നേക്കുന്ന അപ്പൊ ഗിരിദേവന്റെ അമ്മാവനാണെങ്കിൽ മോശമാവാൻ വഴിയില്ല, പണം ഉറപ്പായിട്ട് എവിടെയുണ്ടെന്ന് അറിയായിരിക്കും. അപ്പൊ സിദ്ധനമ്മാവൻ വന്ന് പറയണം എവിടെയാന്ന്.
പിന്നീട് ഗിരിദേവൻ പറഞ്ഞു, അമ്മാവനറിയാം പണം ആരാ മോഷ്ടിച്ചെന്ന്. അമ്മാവൻ കൃത്യമായിട്ട് അത് പറയൂന്ന് പറയാണ്. പിന്നെ ഇങ്ങനെയാണോ പറയാൻ പോകുന്നത്? നല്ല കഥയായിപ്പോയെന്ന് പറയാണ്. ഈ സമയത്ത് സിദ്ധനമ്മാവന് നേരെ വല്യമ്മാവൻ ഇങ്ങോട്ട് അടുത്തേക്ക് വിളിക്കുകയാണ്. വല്യമ്മാവൻ അങ്ങോട്ട് വന്നു. പിന്നീട് വല്യമ്മാവന്റെ നെറുകയിലേക്ക് സിദ്ധനമ്മാവൻ തന്റെ കൈ വെക്കുക. സാക്ഷാൽ ഗണപതി ഭഗവാൻ ആ കൈ അങ്ങോട്ട് വെക്കുകയാണ്. ഒരു സെക്കൻഡത്തേക്ക് കിളി പോയ അവസ്ഥ പോലെ വല്യമ്മാവൻ തോന്നി. പിന്നീട് വല്യമ്മാവൻ അവിടെ കിടന്ന് ഡാൻസ് കളിക്കുകയാണ്. ഈ ഡാൻസ് കളിക്കുന്നതാണ് ഇപ്പൊ ചുറ്റും കൂടുന്ന പിള്ളേർ ചിരിക്കുക. പിള്ളേര് മാത്രമല്ല, എല്ലാവരും ചിരിക്കുകയാണ് ഈ വല്യമ്മാവന്റെ ഈ പ്രവൃത്തി കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും. അപ്പൊ അവർക്കെല്ലാം മനസ്സിലായി സിദ്ധനമ്മാവനും ചെറിയൊരാളൊന്നും അല്ല. ആള് എല്ലാം ഗിരിദേവൻ പറഞ്ഞ പോലെ തന്നെ നല്ല സിദ്ധിയുള്ള ആള് തന്നെയാന്ന് മനസ്സിലാവാണ്. അതിനുശേഷം സിദ്ധനമ്മാവൻ പറഞ്ഞു, പേടിക്കണ്ട കേട്ടോ, കല്യാണത്തിന്റെ കാര്യമല്ലേ, കല്യാണത്തിന് പണമൊക്കെ കിട്ടും, പണം മോഷ്ടിച്ചാലും നമുക്ക് കണ്ടെത്താന്ന് പറയണം. ജയശ്രീക്കും മേണിന് ഭയങ്കര സന്തോഷമായി. കല്യാണത്തിന് മുമ്പെങ്കിലും ആ പണം ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു, അങ്ങനെയെങ്കിലും വിവാഹം നടക്കൂലോ. പിന്നീട് സിദ്ധരാമൻ തന്നെ സഞ്ചി തുറക്കുവാണ്. സഞ്ചിക്കകത്തുനിന്നൊരു പ്രസാദം ഇങ്ങോട്ട് എടുത്തു. പ്രസാദം എടുത്തിട്ട് അനുവിനെ അടുത്തേക്ക് വിളിക്കുക. അനുവിനെ അടുത്തേക്ക് വിളിച്ചിട്ട് അനു തലയെ കൈവച്ച് അനുഗ്രഹിച്ചു. എന്നിട്ട് പ്രസാദം കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, അതെ ഈ പ്രസാദം എല്ലാവർക്കും കൊടുക്കാൻ പറയാണ്. അനു എന്ത് ചെയ്യാണ്, പ്രസാദം എല്ലാവർക്കും കുറേശ്ശെ കുറേശ്ശെ വെച്ച് എല്ലാവർക്കും കൊടുക്കുകയാണ്. അപ്പൊ ഈ പ്രസാദമൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേന് ആരാണോ പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ആ സത്യം തുറന്നു പറയായിരിക്കും. ഒരു പക്ഷെ ചന്തുവിനെ അച്ഛനായിരിക്കണം പൈസ എടുക്കാണ്ട് ചാൻസ് കൂടുതൽ. അയാൾക്കായിരുന്നു പണത്തിന് ആവശ്യമേറെ, അല്ലെങ്കിൽ വല്യമ്മാവൻ. ഇവർ രണ്ടുപേരും ആരിലുമായിരിക്കും പണം എടുത്തിരിക്കുന്നത്. അതെന്താണെങ്കിലും ഗണപതി ഭഗവാന് വന്ന് തെളിയിക്കും. അങ്ങനെ അനുവിന്റെ വിവാഹമൊക്കെ മംഗളകരമായി നടക്കും. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.